പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് നിന്ന് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ വലിയൊരു വെളിപ്പെടുത്തൽ നൽകുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. എന്തുകൊണ്ടാണ് ഇതൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, താൻ ആരാണ് എന്ന് ദൈവം നമ്മോട് പറഞ്ഞു തരുന്നതാണ് നമുക്കുള്ള വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇതുപോലെ ആദ്യമായി ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ആയിരിക്കുന്നവൻ ആകുന്നുവെന്ന്. അസ്തിത്വം ഞാനാണ് എന്ന് ദൈവം അവിടെ മോശയോട് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ യേശു ആരാണ് എന്ന് നമ്മോട് പറഞ്ഞു തരുന്ന 7 പ്രധാനപ്പെട്ട ആകുന്നു എന്ന വാക്യങ്ങളിൽ ഒരെണ്ണമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നുള്ളത്. ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ജീവനാകുന്നു എന്നിങ്ങനെയുള്ള 7 പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒരെണ്ണമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നുള്ളത്. യേശു തമ്പുരാൻ താൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്ന സാഹചര്യം മറ്റൊന്നുമല്ല, യഹൂദരുടെ കൂടാര തിരുനാളിൻ്റെ അന്നാണ്. ആ ഒരു പ്രസംഗ ഭാഗത്തിലാണ് യേശു തമ്പുരാൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം ഒത്തിരിയേറെ വലുതാണ്. കൂടാര തിരുനാളിൽ മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട്, ഒരുപാട് ദീപനാളങ്ങൾ കത്തിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ഒത്തിരിയേറെ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ കൂടിയാണ് കൂടാര തിരുനാൾ. ദൈവ സാന്നിധ്യത്തെ പ്രകാശമായി അവർ വിശ്വസിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആ തിരുനാളിൻ്റെ അന്ന് യേശു തമ്പുരാൻ ദേവാലയ ഭണ്ഡാരത്തിനടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. അതായത് ഞാൻ ദൈവ സാന്നിധ്യമാണ്, ദൈവമാണ് എന്ന് യേശു തമ്പുരാൻ അവിടെ തുറന്ന് പറയുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ യേശുവിനെതിരെ ഫരിസേയരും മറ്റു കൂട്ടാളികളും പെരുമാറുന്നതും സംസാരിക്കുന്നതുമെല്ലാം. താൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രകാശം എന്ന് ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ പ്രകാശത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രകാശത്തിൻ്റെ ദ്വന്ദ്മുഖമായ ഇരുട്ടിനെപ്പറ്റി മനസ്സിലാക്കണം, തമസിനെ പറ്റി മനസ്സിലാക്കണം. സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദുഷ്ടരുടെ മാർഗം സാന്ദ്ര തമസ് പോലെയാണ്, എവിടെ തട്ട് വീഴുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് തമസിൻ്റെ പ്രത്യേകത. തമസ് അപകടം നിറഞ്ഞതാണ്. തമസിനെ 3 രീതിയിലാണ് നാം ചിത്രീകരിക്കാറുള്ളത്. 1, തമസ് അജ്ഞതയാണ്. 2, തമസ് അവിശുദ്ധിയാണ്.
3 തമസ് നിരാശയാണ്. സ്വാഭാവികമായും തമസ് ഇവയൊക്കെയാണെങ്കിൽ ഇതിന് ദ്വന്ദ്മുഖമായി നിൽക്കുന്ന പ്രകാശം ജ്ഞാനമാണ്, വിശുദ്ധിയാണ്, പ്രത്യാശയാണ്. ഇവ മൂന്നും ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവുമായി നാം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തമസിൽ നടക്കുന്നവൻ അപകടത്തിലാണ്. അവിവേകപൂർണമായ ചിന്തകളും തീരുമാനങ്ങളും പ്രവൃത്തികളും നമ്മെ കൂടുതൽ അപകടത്തിലേക്ക് ചെന്നെത്തിക്കും. ഇരുട്ടിൽ നടക്കുമ്പോൾ കാൽ തെറ്റി വീഴുന്നത് പോലെ. എന്നാൽ പ്രകാശത്തിൽ നടക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്. നാം ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നു. നാം പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. രണ്ടാമതായി, തമസിനെ നാം അവിശുദ്ധിയോട് ഉപമിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, പൂർണ്ണമായ വിശുദ്ധി ദൈവത്തിലാണ്. ദൈവം പ്രകാശമാണെങ്കിൽ തീർച്ചയായും അവിശുദ്ധി തമസായിരിക്കും. കാരണം തമസിൽ കൂടുതൽ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ അവിശുദ്ധിയിൽ കൂടുതൽ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ തക്കവണ്ണമുള്ള അപകടങ്ങൾ ഈ അവിശുദ്ധിയിൽ ഉണ്ട്. അതുകൊണ്ടാണ് പാപം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കുന്നു എന്ന് നാം പറയാറുള്ളത്. മൂന്നാമതായി, തമസ് നിരാശയെ സൂചിപ്പിക്കുന്നു. അതായത് പ്രകാശം പ്രത്യാശയെ സൂചിപ്പിക്കുന്നു. വലിയ ഇരുണ്ട മുറിയിൽ നിന്ന് പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കാലുകൾ ആ പ്രകാശത്തിലേക്കായിരിക്കും ചലിക്കുക. കാരണം വ്യക്തമായ ഒരു ലക്ഷ്യം അതുമാത്രമാണ്. അതായത് പ്രകാശമാണ് നമുക്ക് ലക്ഷ്യവും ലക്ഷ്യബോധവും നൽകുന്നത്. അതുകൊണ്ട് പ്രകാശത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു ധ്യാന പ്രസംഗത്തിനൊക്കെ ശേഷം ഒരു സുവിശേഷ പ്രസംഗകൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ നിന്ന ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്കങ്ങനെ കാര്യമായൊന്നും മനസ്സിലായില്ല. അവൾ ആ സുവിശേഷ പ്രസംഗകനോട് ചോദിച്ചു, ഇന്ന് സുവിശേഷത്തിൽ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്തല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. താങ്കളാണോ ലോകത്തിൻ്റെ പ്രകാശമെന്ന് ആ കുട്ടി വളരെ നിഷ്കളങ്കമായി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ഗൗരവമായി തന്നെ മറുപടി പറഞ്ഞു, ഞാനല്ല ലോകത്തിൻ്റെ പ്രകാശം, ലോകത്തിൻ്റെ പ്രകാശം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞ ആ വലിയ കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെ. അപ്പോൾ വീണ്ടും ആ പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശം തന്നെയാണോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നാം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. യേശു തമ്പുരാൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ നമുക്കും ഞാനും നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം. കാരണം അജ്ഞതയെ മാറ്റുന്ന ദൈവം നമ്മോടുകൂടെയുണ്ട്. വിശുദ്ധി തന്നെയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രത്യാശയെ മുൻപിൽ കണ്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന നമുക്ക് ദൈവം കൂട്ടാളിയായുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഈ പ്രകാശത്തിൻ്റെ വലിയ ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കട്ടെ. ദൈവം പ്രകാശമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ പങ്കാളികളാകുന്ന നമ്മിൽ നിന്നും ആ പ്രകാശം പുറത്തേക്ക് പരക്കണം. അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പ്രകാശമായി നാം ഓരോരുത്തരും മാറേണ്ടത്. മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം പകർന്നു നൽകിയും വിശുദ്ധി പകർന്നു നൽകിയും പ്രത്യാശ പകർന്നു നൽകിയും ഈ ലോകത്തിന് മുൻപിൽ പ്രകാശമായി മാറുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.